നവകേരള സദസ്സിലൂടെ വാഗ്ദാനം നൽകപ്പെട്ട എത്രയെത്ര മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്നോ മറന്നുപോയവരെ ഒരിക്കൽ കൂടി സർക്കാരിന് മുന്നിൽ കൊണ്ടുവരികയാണ് മാതൃഭൂമി ന്യൂസ്. ജനങ്ങളിൽ നിന്നും നേരിട്ട് പരാതി കേൾക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇറങ്ങിയപ്പോൾ കേരളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആ ദൗത്യത്തെ നോക്കിക്കണ്ടത്. എന്നാൽ കൊടുത്ത പരാതികളിൽ പരിഹാരമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നിരവധി മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. അത്തരത്തിൽ നിസ്സഹായരായി നിൽക്കുന്ന ആളുകളിൽ ഒരാളെ കാണാം. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് നല്ല ബോധ്യമുള്ള അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിലേക്ക് ഇറങ്ങി അവരിൽ നിന്നും നേരിട്ട് പരാതി കേട്ടു നവകേരള സദസ്സുമായി. പക്ഷേ വർഷം ഒന്ന് കഴിയുമ്പോഴും പല പരാതിയിലും പരിഹാരം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ പ്രശ്നമാണ് പറയുന്നത്. ാണ് ക്യാൻസർ രോഗമാണ്, 2.5 വർഷം കൊണ്ട് ചികിത്സയിലാണ്. ഞാനിപ്പോൾ ഇത് 3ാമത്തെ അപേക്ഷയാണ് കൊടുക്കുന്നത്. അപ്പോഴാണ് ഇവിടെ നവകേരളത്തിൽ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അപേക്ഷയായിട്ട് വന്നത്. 45 ദിവസത്തിനകത്ത് ഇതിനെന്തെങ്കിലും പരിഹാരം കണ്ടെത്തി തരും എന്നാണ് പറഞ്ഞാണ് ഇവിടെ കൊടുക്കാൻ വന്നത്. ഞാൻ നവകേരള സദസ്സിൽ പരാതി കൊടുത്ത്, പക്ഷേ ഇന്ന് വരെ ഒരു മറുപടിയും ആരും എങ്ങൊന്നും തന്നിട്ടുമില്ല. അതിനെപ്പറ്റി ഒരു ഇതുകളും ആരും പിന്നെ ചോദിച്ചിട്ടില്ല. പ്രതീക്ഷയുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുമെന്നൊരു, പക്ഷേ ഒരു വർഷമായിട്ട് ഇതുവരെയും ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് 2-3 തവണ വിളിച്ചപ്പോഴും എന്തെങ്കിലും ഒരു ചെയ്യും എന്നുള്ളതുണ്ടായിരുന്നു. എന്നിട്ട് ഇന്നുവരെയും ആരോഗ്യശേരി നടക്കാനൊന്നും പറ്റില്ല. ഇതാണ് പറയുന്നത്. ഇനി അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറയുന്നത്. സാമ്പത്തികമായിട്ട് നമുക്ക് മോശമായതുകൊണ്ട് വലിയ ഇതില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോട്ട് കുറച്ച് കാലം അങ്ങനെ നടക്കട്ടെ പോട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഒരു പെണ്ണ് വന്ന് പറഞ്ഞാണ് ഇവള് കേരളത്തിൽ കൊണ്ടു കൊടുക്കാൻ പോയത്. ഞാൻ എന്നിട്ട് അവളോട് പറഞ്ഞു അത് വേണ്ടെന്ന്, നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതൊന്നും. ഞാൻ അവളോട് പറഞ്ഞിട്ടും അവൾ കേൾക്കാൻ ആ പെൺകൊച്ചിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് അവൾ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ടും ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 46 കൊല്ലം പ്രവർത്തിച്ച ആണ് ഞാൻ. EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായപ്പോൾ ഞാൻ 6 വയസ്സാണ് എനിക്കുള്ളത്. അന്ന് കമ്മ്യൂണിസ്റ്റാണ് ഞാൻ. പിന്നെ അതൊന്നും പറഞ്ഞു ഇപ്പോൾ ഭരിക്കുന്നതും കമ്മ്യൂണിസ്റ്റാണ്. 3 വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ഇവരുടെയൊന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ എന്ത് നവകേരളമാണ് നിങ്ങൾ സൃഷ്ടിച്ചത്? ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി. ഇനിയെങ്കിലും ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നെല്ലി മുരുകനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഒരുപാട് പേരുണ്ട് ഇങ്ങനെ നവകേരള സദസ്സിനെ വലിയ പ്രതീക്ഷയോട് നോക്കിക്കണ്ടത്. അതിലൊരാൾ മാത്രമാണ് ചന്ദ്രൻ ചേട്ടൻ. അദ്ദേഹം ഇതിൻ്റെ ഒരു പ്രതീകം മാത്രമാണ് നമുക്കറിയാം. മറ്റു ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് നവകേരള സദസ്സ് പോലൊരു ദൗത്യം നടന്നത്. ലോക പാർലമെന്ററി ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അത്തരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് അവരെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്കിടയിലേക്ക് എത്തിയത്. 3,50,00,000 ജനങ്ങളെ നേരിട്ട് കാണാനായി എന്നൊക്കെയുള്ളതാണ് ഈ നവകേരള സദസ്സ് കഴിഞ്ഞുള്ള കണക്ക്. 45 ദിവസത്തിനകം മുൻപോട്ട് വെച്ച പരാതികൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു അന്നത്തെ വാഗ്ദാനവും. പക്ഷേ എന്തുണ്ടായി ഇപ്പോൾ എന്നുള്ളതാണ്. അന്ന് ആ 45 ദിവസം കഴിഞ്ഞ് നാൾ തുടങ്ങി നമ്മൾ ഇങ്ങോട്ട് പലപ്പോഴായിട്ട് മാതൃഭൂമി ന്യൂസ് ഈ പരാതി നൽകിയിട്ടുള്ള ആളുകളെ പറ്റി അവർക്ക് പറയാനുള്ളത് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോഴാ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു നവകേരള സദസ്സ് ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിട്ട്. എന്നിട്ടും ഈ കഥകൾക്ക്, ഈ സങ്കടങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലാത്തത് എന്തുകൊണ്ടെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ന്യൂസ് 224 ഇന്ന് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ നമ്മൾ കണ്ട പരാതിക്കാരനായിട്ടുള്ള ചന്ദ്രൻ ചേട്ടനുണ്ട്. ഒപ്പം തന്നെ റെജി ലൂക്കോസ്, ഇടത് നിരീക്ഷകൻ, N. ശ്രീകുമാർ, കോൺഗ്രസ് നിരീക്ഷകൻ. ഇവർ 3 പേരുമാണ് നമുക്കൊപ്പം ഉള്ളത്. മറ്റ് രാഷ്ട്രീയ അതിഥികളിലേക്ക് എത്തുന്നതിന് മുൻപ് ഞാൻ ചന്ദ്രനിലേക്ക് പോവുകയാണ്. ചേട്ടാ നമസ്കാരം. ചേട്ടൻ പറയുന്നൊക്കെ നമ്മൾ കേട്ടു. പരാതി നൽകിയിട്ട് എന്ത് മറുപടിയായിരുന്നു കിട്ടിയത്? ഒരു മറുപടിയും കിട്ടിയിട്ടില്ല ഇതുവരെ.
ഭാര്യയായിരുന്നോ പരാതി കൊണ്ടു കൊടുത്തത്? എങ്ങനെയായിരുന്നു പരാതി ആർക്കാണ് കൈമാറിയത്? എങ്ങനെയായിരുന്നു, എന്തായിരുന്നു പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ? ഭാര്യയാണ് കൊണ്ടുപോയി കൊടുത്തത്. ഭാര്യയാണ് കൊണ്ടുവന്ന് കൊടുത്തത് നവകേരള ആറ്റിങ്ങൽ വെച്ച്. അതിനുശേഷം ആരും വന്ന് അന്വേഷിക്കുകയോ പരാതിയെ പറ്റിയൊന്നും പറയുകയോ ചെയ്തിട്ടില്ലേ? ഇതുവരെ ആരും അങ്ങനെ വരികയോ പരാതി പറയുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇതിനിടയ്ക്ക് ഒരു തവണ വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ച് നമ്മളോട് ചോദിച്ചു, പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് പിന്നെ ഡോക്ടർ ഇപ്പോഴും ചികിത്സയിലാണോ എന്ന് ചോദിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് കൊണ്ട് കൊടുത്ത് അത് കൊടുത്തിട്ട് ഏകദേശം 7-8 മാസം കഴിഞ്ഞ് 7-8 മാസം കഴിഞ്ഞ് ഇതുവരെ അതിനെ പറ്റി ഒരറിവും ഇന്ന് വരെ ലഭിച്ചിട്ടില്ല. ചേട്ടന്റെ ആരോഗ്യാവസ്ഥ ഇപ്പം എങ്ങനെയാണ്? ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്, എന്തൊക്കെ സഹായമാണ് ആവശ്യപ്പെട്ടത്? ഇനി രണ്ടാമത് ആശുപത്രിയിൽ നിന്ന് പറയുന്നത് ഇനി രണ്ടാമത് ഒരു ഓപ്പറേഷൻ കൂടെ ചെയ്യണമെന്നാണ് പറയുന്നത്. വയറ്റിൽ ഒരു മുഴ വളരുന്നുണ്ട് വീണ്ടും, അതിൻ്റെ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ അടുത്ത് അതിൽ ഇനി ഓപ്പറേഷൻ ചെയ്യണം. അതിനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്ക് മോശമായതുകൊണ്ട് നമ്മളിപ്പോൾ വേണ്ടാന്ന് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉള്ള ഇതേ ഉള്ളൂ. പിന്നെ ഡോക്ടറും പറയുന്നത് സാമ്പത്തികമായിട്ട് കുറവാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഒന്നും നമുക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞു, ഒരു കൊല്ലം കഴിയട്ടെ എന്ന് പറഞ്ഞ് നീട്ടി വെച്ചിരിക്കുകയാണ്. നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് നൽകിയിട്ടുള്ള പരാതിയിൽ മധുസരൻ നായർ പറഞ്ഞോളൂ. പരാതിയിൽ എടി തന്നെ എന്തരടി പരാതി പറഞ്ഞിട്ടുള്ള അതിൽ പറഞ്ഞിട്ടുള്ള പരാതി എന്തരാണെന്ന് ഈ നവകേരളത്തിൽ ഇനി കൊടുത്തിട്ടുള്ള പരാതി ചികിത്സാ സഹായം തരണമെന്നാണ് കൊടുത്തതെന്ന് മുഖ്യമന്ത്രിക്ക് ചികിത്സാ സഹായത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നവകേരളത്തിൽ നമ്മൾ പോയി ചികിത്സാ സഹായം തരണമെന്ന് പറഞ്ഞ് കൊടുത്ത് അതിന് ഇതുവരെ ഒരു ഇതും നമുക്ക് കിട്ടിയിട്ടില്ല. ആരും ഒന്നും പറയുക. അന്ന് പരാതി കൊടുത്തപ്പോൾ 45 ദിവസത്തിനുള്ളിൽ പരിഹാരം ഉണ്ടാവും പറഞ്ഞിരുന്നോ? എന്തായിരുന്നു മറുപടി നൽകിയത് അന്ന് പരാതി കൊടുത്ത സമയത്ത്? 45 ദിവസം കഴിയുമ്പോൾ പറയുമോ 45 ദിവസം കഴിയുമ്പോൾ 45 ദിവസം കഴിയുമ്പോൾ പറയുമെന്ന് പറഞ്ഞ് ഇതുവരെ തന്നിട്ടില്ല. ചേട്ടാ, ചേച്ചി കൂടി അടുത്തിരുന്ന് ചേച്ചി കൂടി സംസാരിക്കുന്നു. 45 ദിവസം ചേച്ചി കൂടെ വന്നു. അങ്ങോട്ട് നീല് പോനെ അമ്മ. അന്ന് എന്തായിരുന്നു അമ്മ പരാതി കൊടുത്ത സമയത്ത് എന്തെങ്കിലും അന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? പരാതി കൈമാറിയത് ആർക്കായിരുന്നു? പിന്നീട് എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും അന്വേഷിക്കുകയോ എന്തെങ്കിലും മറുപടി നൽകുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ നിങ്ങളോട് പരാതി പറഞ്ഞിരിക്കുന്നവരുടെ എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോന്ന് ഞാൻ പറഞ്ഞു. 45 ദിവസം കഴിയുമ്പോഴത്തേക്ക് 45 ദിവസം കഴിയുമ്പോൾ അവർ അതിന് പരിഹാരം കണ്ടെത്തി തരും എന്നാണ് പറഞ്ഞത്. ഈ 45 ദിവസവും കഴിഞ്ഞു, 1 വർഷവും കഴിഞ്ഞിട്ടും ആരും ഇന്ന് വരെ എന്തൊന്നും ചോദിച്ചിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് മാത്രം വിളിച്ചിട്ട് പേപ്പറുകൾ വേണമെന്ന് അവരാവശ്യപ്പെട്ട് ആ പേപ്പറുകൾ ഡോക്ടറെ അടുത്ത് പോയി കാര്യം പറഞ്ഞ് മേടിച്ച് കൊണ്ടുവന്ന് വില്ലേജ് ഓഫീസുകാർക്ക് കൊടുത്തു. ഇതെല്ലാം ചെയ്തിട്ടും ഇതുവരേക്കും അവരാരും ഒരു മറുപടിയും പറഞ്ഞില്ല. ഇന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറയണേ ഇനി ഒന്നേന്ന് ചികിത്സാ സഹായത്തിന് എത്ര രൂപ വേണം എന്നുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുക്കണമെന്ന്. അതാണ് ഇപ്പം അവരിന്ന് ആവശ്യപ്പെട്ടത്. ഇനി ജനുവരിയിൽ ആണ് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. ജനുവരിയിലാണ് കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ മാസം 6-ാം തീയതി കൊണ്ടുപോയിരുന്നു. 1 മാസം തികഞ്ഞിട്ടില്ല. ജനുവരിയിൽ കൊണ്ടു ചെല്ലാനാണ് അവിടെ നിന്ന് ശ്രീ മധുമുരളി സാറാണ് ഡോക്ടർ. അരുൺ ശങ്കർ, ഈ 2 ഡോക്ടർമാരുമാണ് ഇതെല്ലാം ചെയ്യാനായിട്ട്
അതെ അതെ, ഈ വാർത്ത വന്നതിന് ശേഷമാണ് ഈ ഇങ്ങനെ ഇപ്പൊ വില്ലേജ് ഓഫീസിനും ഇവിടെ നിന്നൊക്കെ വിളിച്ചത് വന്നത്. ഇന്ന് വിളിച്ച 12:30 മണിക്കകത്താണ് വിളിച്ചത്. ഇതുവരെ അവർ വിളിച്ചിട്ടില്ല. ഈ വാർത്തയെ കണ്ടതിന് ശേഷമാണ് ഈ 1.5 മണിക്കൂർ അവർ വിളിച്ച. ഈ 1.5 മണിയൊക്കെ ആയപ്പോൾ വിളിപ്പ് തുടങ്ങിയത്. ഞങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, എൻ്റെ ഭർത്താവും എൻ്റെ അമ്മുമ്മ സഹിതം. ഞങ്ങൾ ആ കമ്മ്യൂണിസ്റ്റുകാരായത് കൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു പാർട്ടിക്കാരും ഒരു കാര്യം ചെന്ന് പറഞ്ഞാലും അവരാരും നടത്തി തന്നിട്ടില്ല. ഇപ്പൊ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുമാണ്. എന്നിട്ടും ഇന്ന് വരെ നമുക്കൊരു ധനസഹായമോ ഒരു ആനുകൂല്യമോ ഒന്നും എങ്ങൊന്നും ആരും തന്നിട്ടില്ല. നമ്മൾ കഷ്ടപ്പെട്ട്, ഒരു മകൻ കഷ്ടപ്പെട്ടാണ് ഇപ്പോഴും വരെ ഈ ചികിത്സകളും സർവ്വകാര്യങ്ങളും നോക്കുന്നത്. അവനും കുടുംബമുണ്ട് സാറന്മാരെ, അതിലെല്ലാം അച്ഛൻ്റെ കാര്യവും അവൻ നോക്കുന്നുണ്ട്. നമുക്ക് കിടപ്പാടമൊന്നുമില്ല, എനിക്കുമില്ല, എൻ്റെ ഭർത്താവിനുമില്ല. നമ്മളെ ഭക്ഷണമായാലും ചികിത്സയായാലും ഞാനും നല്ല തൊഴിലുറപ്പിന് പോകുമായിരുന്നു. ഇപ്പോഴും പോകാൻ സാധിക്കുന്നില്ല. എനിക്കും നല്ല സുഖമില്ല, ഹാർട്ടിനൊക്കെ പ്രശ്നമുണ്ട്. അതിന് ചികിത്സയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അല്ലാതെ പിന്നെ അച്ഛൻ്റെ കാര്യവും നോക്കണം. അതുകൊണ്ട് തൊഴിലുറപ്പിന് പോലും പോകാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ് ഇപ്പം ഞങ്ങളുടെ സ്ഥിതി മുമ്പോട്ട് പോണത്. സങ്കടപ്പെടല്ലേ? നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു ഫോൺ കോളെങ്കിലും ഈ വാർത്ത വന്നതിന് ശേഷം ഉണ്ടായി എന്നുള്ളത് നമുക്ക് പ്രതീക്ഷയോടെ തന്നെ നോക്കിക്കാണാം. പരിഹാരം അടുത്തുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അച്ഛാ, ഇപ്പോഴെങ്ങനെയാണ് അമ്മ തൊഴിലുറപ്പിനും ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു? ഇപ്പോഴെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്? എവിടെ നിന്നാണ് സാമ്പത്തികമായിട്ടൊക്കെ കാര്യങ്ങൾ? സാമ്പത്തികമായിട്ട് ഒരു മോനുണ്ട്. ഒരു മോൻ്റെ ചിലവിലാണ് നമ്മൾ ഇതെല്ലാം ഇപ്പോഴും വരെ ഓടിപ്പോകുന്നത്. ആശുപത്രി ചിലവും എല്ലാം, അല്ലാതെ വേറെ ഒരു വഴിയില്ല. ഞാനാണെങ്കിൽ ഞാൻ ജനിച്ചത് അവണാഴിയിലാണ്. അവണാഴി സദാശിവൻ എന്ന് പറയുന്ന എൻ്റെ ഒരു മുറയ്ക്കൊരു സ്വന്തക്കാരനും കൂടെയാണ്. അയാളെ അനിയനാണ് എന്നെ കമ്മ്യൂണിസ്റ്റുകാരനാക്കിയത് 6ാമത്തെ വയസ്സിൽ. ആ കമ്മ്യൂണിസ്റ്റ് എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി അയാളെ ഞാൻ ആക്കി കമ്മ്യൂണിസ്റ്റുകാരനായി. ഇന്ന് വരെ ഞാൻ കമ്മ്യൂണിസ്റ്റിന് വിട്ടുമാറിയിട്ടുമില്ല. കമ്മ്യൂണിസ്റ്റ് 2ആയിട്ട് വളർന്നപ്പോഴും എൻ്റെ അവണാഴി സദാശിവൻ എന്ന പാർട്ടിയിലാണ് ഞാൻ ഇന്നും നിലനിൽക്കുന്നത്. അതായത് ഇവിടെയുള്ള ഒരു എൻ്റെ പാർട്ടിക്കാർ എനിക്ക് കൊണ്ടുതന്ന, സുഖമില്ലാതായപ്പോൾ കൊണ്ടുതന്ന 2200 രൂപ. പിന്നെ ഞാൻ അവർ കൊണ്ടുതന്നത് മേടിക്കാമല്ലോ. ഞാൻ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയി. ഈ ബ്രാഞ്ച് സെക്രട്ടറി അല്ല, ബ്രാഞ്ചിലുള്ള ആളായിരുന്നു. ഇന്ന് ഇവിടുത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന പിന്നെ അനികും എന്ന് പറയുന്നവൻ്റെ എനിക്ക് 2200 രൂപ അവിടെ കൊണ്ടുതന്ന്. 2-3 പേര് നമ്മളെ പാർട്ടിക്കാരും കൂടെ ആയിട്ട് ചേർന്ന്. അല്ലാതെ എനിക്ക് ഇതുവരെ ഒരു പാർട്ടിക്കാരോ ആരും എനിക്ക് സഹായിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും എനിക്ക് 3 കൊല്ലം കൊണ്ട് മെമ്പർഷിപ്പൊന്നും എനിക്കിപ്പോൾ ഇല്ല. ഞാൻ ഇത് പിന്നെ ഇപ്പോൾ എനിക്ക് അവർ ഒരു വക എന്നെ അന്വേഷിക്കുന്നതുമില്ല. ഇത് പോയാൽ സുഖം ഉണ്ടാകുന്ന പോലും കണ്ടാൽ പോലും ചോദിക്കില്ല, നിനക്ക് സുഖം തന്നെ എന്ന് ചോദിക്കില്ല. എൻ്റെ വീടിൻ്റെ അവിടെ വരുമ്പോൾ അവർ കുനിഞ്ഞു നോക്കിയാണ് പോണത്. അങ്ങനെയുള്ള പാർട്ടിക്കാരാണ് ഇവിടെയുള്ള. പക്ഷേ ഞാൻ ജനിച്ച നാട്ടിലെ എൻ്റെ ഈ പറഞ്ഞ അവണാഴി സദാശിവൻ എന്ന് പറയുന്ന സഖാവ് ഉണ്ടായിരുന്ന എൻ്റെ മുറയ്ക്ക് നോക്കുമ്പോൾ വളഞ്ഞു കൂട്ടി വരുമ്പോൾ ഒരു മാമനാണ്. അയാൾ പിന്നെ അവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് അവരാരെങ്കിലുമൊക്കെ ചെയ്ത് തന്നേനെ. ഇവരാരും എന്നെ തിരിഞ്ഞു പോലും നോക്കണില്ല. ആ സ്ഥിതിയിലാണിപ്പോൾ. ഞാനിപ്പോൾ ഇതുവരെയും ഇപ്പോഴും ഭരിക്കുന്നത് എൻ്റെ പാർട്ടിക്കാരാണ്. ഞാൻ പാർട്ടി ചേർന്നപ്പോൾ എന്നെ EMS നമ്പൂതിരിപ്പാട് ഇരുന്ന കാലത്താണ് എൻ്റെ അമ്മയോട് ഞാൻ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ അടിച്ചപ്പോൾ ആ അടി കൊണ്ട് ഞാൻ തറയിൽ കിടന്ന് ഉരുണ്ട് ചാണാൻ മൊഴിയ വീടായിരുന്നു. ചാണാൻ മൊഴിയ വീട്ടിൽ കിടന്ന് ഉരുണ്ടപ്പോൾ എന്നെ എടുത്തുകൊണ്ട് പോയി പൈപ്പിൻ്റെ കൂട്ടി കൊണ്ടുപോയി കുളിപ്പിച്ച് ചായക്കടയിൽ കൊണ്ടുപോയി ഒരു ദോശയും മാറ്റി തന്ന് ഈ ഗ്ലാസ് വന്ന് വിളിപ്പിച്ചതാണ്. ഇന്ന് വരെ എന്തെന്ന് ചോദിക്കാം, അന്ന് തൊട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതാണ്. എനിക്ക് വലിയ സങ്കടമുണ്ട് ഇപ്പോഴും.
എനിക്ക് അവർ അറിവൊന്നും കൊണ്ട് തന്നില്ലെങ്കിലും എന്നോട് സുഖമുള്ളതെന്നുമില്ല ഒരു വാക്ക് ചോദിച്ചില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് മരണവും കണ്ണാക്കും ഒക്കെ നടന്ന് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് MLA-യും പഞ്ചായത്ത് മെമ്പറും സഖാക്കളും ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ പോലും വന്ന് ചോദിച്ചില്ല, നിനക്ക് ഇങ്ങനെ ഉണ്ടെന്ന് പോലും ഒരു വാക്ക് ചോദിച്ചിട്ടില്ല. അങ്ങനത്തെ പാർട്ടിക്കാരാണ് ഇന്ന് ഇവിടെ ഉള്ളവർ ഈ താന്നിമുട്ടിൽ. നമ്മുടെ ഇവിടുത്തെ MLA അംബികയാണ്. ആ അംബിക ഈ റോട്ടിൽ കൂടെ പോയിട്ട് പോലും അംബിക എൻ്റെ വീട്ടിൽ അവർക്കറിയില്ലല്ലോ, അവർക്ക് അറിഞ്ഞൂടാ. ഇവിടുത്തെ പാർട്ടിക്കാർ പറഞ്ഞു കൊടുത്തെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. അത് ശരിയാണ്. ഈ റോഡ് എൻ്റെ വീട്ടിൻ്റെ മുമ്പേ ഒരു തടമുണ്ട്. ആ തടത്തെ കൂടെ അവർ 2 പ്രാവശ്യം അയച്ചാൽ ഇവിടെ പോയി. അപ്പുറത്തെ ഒരു വീട്ടിൽ മരണത്തിന് വന്ന് എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ അവിടെ വന്നപ്പോൾ പോലും ഇവിടെ വന്നില്ല. ഇവരെ പറഞ്ഞു കൊടുത്താലേ അവർ വരുവുള്ളൂ, അല്ലാതെ അവരിപ്പോൾ സ്വപ്നം കാണാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഈ ഇവിടുത്തെ പാർട്ടിക്കാർ നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ തന്നെ ഇലക്ഷനിൽ നിന്ന് ഈ ജോയി തോറ്റത് എൻ്റെ കമ്മ്യൂണിസ്റ്റുകാരായ ഈ കമ്മ്യൂണിസ്റ്റുകാരെന്നല്ല എല്ലാം അവരെ തോപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ അവനെ തോപ്പിച്ചത്, അല്ലെങ്കിൽ അവൻ തോക്കില്ലായിരുന്നു. അവൻ ഈ പറഞ്ഞ പോലെ പാർട്ടിക്കാരിൽ ഏറ്റവും നല്ല ഒരു വ്യക്തിയായിരുന്നു കമ്മ്യൂണിസ്റ്റിൽ വർക്കല ജോയി എന്ന് പറയുന്നവൻ. ഞാൻ നിങ്ങളിലേക്ക് രണ്ടുപേരിലേക്ക് മടങ്ങിയെത്താം. നമുക്ക് അതിഥികൾ കൂടിയുണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവതരമായിട്ട് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാനാവുന്നത്. ശ്രീ റെജി ലൂക്കോസ്, അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങയോട് ഞാനൊരു പ്രത്യേകിച്ചൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ടെന്ന് പോലും ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട് അവർ അനുഭവിച്ച വേദനയും 6-ാം വയസ്സിൽ ഞാൻ ഇൻക്ലാബ് വിളിച്ചു എന്നൊക്കെ അദ്ദേഹം പറയേണ്ടി വരുന്നത് അത് ആ വേദനയിലാണെന്ന് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഉൾക്കൊള്ളാനും സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും സാധാരണക്കാരുടെ പരാതികൾ പരിഹരിക്കാൻ ഇനിയും വൈകുന്നത്? കൊട്ടിഘോഷിച്ച് നടന്നത് ചരിത്രമായി അങ്ങനെ ചരിത്രത്തിൽ മാത്രം രേഖപ്പെടുത്തേണ്ടതാണോ നവകേരള സദസ്സ്? അക്ഷയ ചന്ദ്രപിള്ള ചേട്ടൻ രോഗി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ചികിത്സാ സഹായം കിട്ടുന്നതിനുള്ള പേപ്പറുകൾ ജനസമ്പർക്ക പരിപാടിയിൽ കൊടുത്തിട്ട് അതിന് ഒരു ഫോൺ കോളിൽ മാത്രം നിർത്തിയതിനു ശേഷം പിന്നീട് ഫോളോ അപ്പ് ഉണ്ടായില്ല എന്ന് പറയുന്നത് വളരെ വിഷമത്തോടെയാണ് കേട്ടത്. തീർച്ചയായിട്ടും അലംഭാവം കാണിച്ച ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് മേലുദ്യോഗസ്ഥന്മാരെ ഗവൺമെന്റ് അതിനുള്ള വിശദീകരണം ചോദിക്കണമെന്നൊരു യാതൊരു സംശയമില്ല. തന്നെയല്ല മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും 140 നിയോജകമണ്ഡലങ്ങളിലും ഏതാണ്ട് 10,000-ന് മുകളിലുള്ള ജനങ്ങൾ അവിടെ എല്ലാം തിങ്ങിക്കൂടി അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട് അവർക്കുള്ള പരാതികൾ എഴുതി വാങ്ങിച്ച് പലതിനും അവിടെ വെച്ച് തീർക്കുന്ന പ്രശ്നങ്ങൾ അവിടെ വെച്ച് തീർത്തു. ചിലതൊക്കെ 45 ദിവസം മുമ്പ് തീർക്കാന്ന് പറഞ്ഞു. മഹാഭൂരിപക്ഷം ഈ പരാതികൾക്ക് തീർപ്പ് കൽപ്പിച്ചു. തിരുവനന്തപുരത്തും കളക്ടറേറ്റിലും ഒക്കെ എത്തി സാധാരണക്കാരൻ വലയുന്നതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ദീർഘമായിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അത് തുടങ്ങിയ കാലം മുതൽ തന്നെ, തുടക്കം കുറിച്ച് മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങിയ സമയം മുതൽ തന്നെ പ്രതിപക്ഷവും ചില ബാധ്യത കൊണ്ട് ഇതിനെ തകർക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ ഇന്ത്യയിലെ ഏതാണ്ട് 8ഓളം സംസ്ഥാനങ്ങൾ ഇത് അവരുടെ സംസ്ഥാനങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അന്ന് മുതൽ തുടങ്ങിയതിനാണ് നമുക്ക് വാർത്തകളോട് അറിയാൻ പറ്റിയത്. ഇത്തരം ചില സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യത്തിൽ ഞാനും മറ്റു സംസ്ഥാനങ്ങൾ അനുകരിക്കുന്നു, മറ്റു ആളുകൾ പ്രശംസിക്കുന്നു, അതൊക്കെ നമ്മളും അംഗീകരിക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശശുദ്ധിയെയും അംഗീകരിക്കുകയാണ്. ഒരർത്ഥത്തിലും മറ്റൊരു ചിന്തയോ അതിനെപ്പറ്റിയില്ല. അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. പക്ഷേ എന്തുകൊണ്ട്, അതായത് നേരിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയിട്ടും ഈ പരാതികളിൽ ഇതൊക്കെ മറ്റൊന്നും ചിന്തിക്കുക പോലും ചെയ്യാണ്ടാത്ത പരാതികൾ കൂടിയാണല്ലോ. ആ പരാതികളിലേക്ക് ഇന്നൊരു വാർത്ത നൽകുമ്പോൾ മാത്രം, ഒരു വാർത്ത പുറത്തു വരുമ്പോൾ, കുറേ ദിവസങ്ങളായി, ഒരു വർഷമായി ഇതിന് പിന്നാലെ തന്നെ മാതൃഭൂമി ന്യൂസ് ഉണ്ട്. പലപ്പോഴായി നമ്മൾ പലരുടെയും പരാതികൾ പറയുന്നു. ഒരു വാർത്ത വരുമ്പോൾ മാത്രമാണോ ഇടപെടൽ ഉണ്ടാകേണ്ടത്? എന്തുകൊണ്ട് ഇതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നു? തീർച്ചയായിട്ടും ആ വാർത്തയെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അമൽദേവൻ എന്റെ സുഹൃത്താണ്. അദ്ദേഹം കൊണ്ടുവന്ന വാർത്തയോട് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇത്തരം ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിന്റെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള മാധ്യമധർമ്മമാണ്. ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. വേറൊരു ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എനിക്കൊരു 1 മിനിറ്റ് തരണം, എനിക്ക് അതിനെ കുറിച്ച് 2 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അങ്ങനെ യുണീക്ക് ആയിട്ടുള്ള ഒരു പരിപാടി ഇത്രയ്ക്കും, അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നൊരു ഭരണകൂടമാണ് മുഖ്യമന്ത്രി സഹിതം. അതിനെ നെഗറ്റീവായിട്ട് കണ്ട് അതിനെ തകർക്കാനായിട്ട് അതിൽ ഭീതി പൂണ്ട തങ്ങളുടെ ജനപ്രതിനിധി നഷ്ടപ്പെടുന്ന ഭയന്ന പ്രതിപക്ഷങ്ങൾ അന്ന് മുതൽ കാട്ടിക്കൂട്ടി വിക്രികളൊക്കെ കേരളത്തിൽ ജനങ്ങളറിയാം. പക്ഷേ മഹാഭൂരിപക്ഷം പരാതികളിലും അതിൽ പരിഹാരം കണ്ടു. ഇപ്പൊ ഞാൻ നിങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു വാർത്ത വന്നപ്പോൾ ഞങ്ങളൊക്കെ ഇത് അന്വേഷിച്ചപ്പോൾ ഇത്തരം മിക്കവർക്കും കൃത്യമായ രീതിയിലുള്ള മറുപടി കിട്ടുകയും പരാതികൾ തീർപ്പ് കൽപ്പിക്കുകയും നിയമപ്രശ്നമുള്ള ചിലത് മാത്രം നീണ്ടുപോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷെ അതിന്റെ മഹത്വത്തെല്ലാം തല്ലിക്കൊഴിക്കുന്നതാണ് ചില ഉദ്യോഗസ്ഥന്മാര്. ഇപ്പൊ ഈ ചന്ദ്രപിള്ള ചേട്ടനെ പോലുള്ള പാവങ്ങൾക്ക് അവർക്ക് കിട്ടേണ്ട സാമ്പത്തിക സഹായങ്ങള് യാതൊരു ഫോളോപ്പും ഇല്ല ചെയ്ത് ആ ഉദ്യോഗസ്ഥന്മാര് കാണിച്ച തെറ്റ് തന്നെ. ഇത്തരം ചില ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ നാട്ടില് ഈ സർക്കാരിനെ ജനങ്ങളെ തമ്മിൽ അകറ്റുന്നത്. അത് ഏത് ഗവൺമെന്റ് ഭരിച്ചാലും
പിന്നെ 62 ലക്ഷം ജനങ്ങൾക്ക് 1600 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റിനോ BJP ന്നോ കോൺഗ്രസിനോ വ്യത്യാസം ഇല്ലാതെ കൊടുക്കുന്നത് ഈ ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. അതിൽ ചന്ദ്രപിള്ള ചേട്ടനെ പോലൊരാണ് മനസ്സിലാക്കണം. ഞാൻ സ്നേഹത്തോടെ പറയുവാണ്. പിന്നെ മറ്റൊരു കാര്യം, ഒരു ചാനൽ ചർച്ചക്കാർ വന്നപ്പോൾ പിന്നെ അവരുടെ ഭാഗം കേൾക്കാതെ തന്നെ കുറെ വ്യക്തികളുടെ പേര് ഇതിനകത്ത് പറഞ്ഞത് അദ്ദേഹത്തിന് വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കാം. അദ്ദേഹം ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായതിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആ വിഷമം കൊണ്ട് അദ്ദേഹം പറഞ്ഞതായിരിക്കും. ആരായാലും അങ്ങനെ പറഞ്ഞു. പക്ഷേ അവരുടെയൊക്കെ പേരുകൾ നിരപരാധികളാണോ അല്ലയോ എന്ന് അറിയാതുകൊണ്ട് അവരുടെയൊക്കെ പേരുകൾ പരസ്യമായിട്ടൊരു ചാനലിലൂടെ പറയുമ്പോൾ ആ ചേച്ചിയും അതിനെ ആ തരത്തിൽ കാണേണ്ടതില്ല. അദ്ദേഹം അതിവൈകാരികമായിട്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് പൂർണ്ണമായിട്ട് നമ്മൾ കേട്ടിരിക്കുകയും ചെയ്തത്. അദ്ദേഹം അത് പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്നുള്ളത് നമുക്കത് മനസ്സിലാവും. അതിനെ ആ തരത്തിൽ കാണേണ്ട. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രശ്നം അത് മാത്രമാണ് ഈ സമയത്ത് അഡ്രസ് ചെയ്യുന്നത്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ എൻ ശ്രീകുമാർ കൂടിയാണ്. അദ്ദേഹത്തിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ തന്നെ റിജി ലൂക്കോസ് പറഞ്ഞതുപോലെ ഒരുപാട് സംസ്ഥാനങ്ങൾ അനുകരിക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷം ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു നവകേരള സദസ്സിൽ നിന്നൊക്കെയുള്ള വാദങ്ങൾ അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഇതാ 9.16 കോടി രൂപയാണ് ഈ നവകേരള സദസ്സിന്റെ ക്ഷണക്കത്ത് പ്രിന്റ് ചെയ്യാനായിട്ട് സർക്കാർ കരാറിനായിട്ട് വേണ്ടി വന്ന തുക എന്ന് പറയുന്നത്. അതിൽ 7.47 കോടി രൂപ സിയാപ്റ്റിന് സർക്കാർ പണം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് ഇറങ്ങുകയും ചെയ്തത്. ഇത്രയും പണം അവിടെയും ചെലവാക്കാനാവുന്നുണ്ട്. വലിയ ധൂർത്തിന്റെ ഒരറ്റം മാത്രമാണ് എന്ന് ഓർക്കണം. അവിടെയാണ് ഇങ്ങനെ ചന്ദ്രൻ ചേട്ടനെ പോലുള്ള ആളുകൾക്ക് ചികിത്സാ സഹായം പോലും അനുവദിക്കാനാകാത്ത വണ്ണം ഒരു പ്രഹസനമായി നവകേരള സദസ്സ് മാറുന്നത്. അങ്ങ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? നോക്കൂ അക്ഷയ, പാവങ്ങളുടെ പരാതി കേൾക്കാനല്ല നവകേരള സദസ്സ് നടത്തിയത്. ഇത് ഞാൻ പറഞ്ഞതല്ല. കോട്ടയത്ത് തോമസ് ചാഴികാടൻ, അന്നത്തെ MP, റബ്ബർ കർഷകരുടെ കാര്യം പറഞ്ഞപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വേദിയിൽ വെച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞതാണ് പരാതി കേൾക്കാനോ അത് വാങ്ങിക്കാനോ അല്ല ഈ സദസ്സെന്ന്. അപ്പൊ പിന്നെ കഴിഞ്ഞില്ലേ? നവകേരള സദസ്സ് നടത്തിയത് എന്തിനാണ്? പൗരപ്രമുഖരുമായിട്ട് കാപ്പി കുടിച്ചു. ഈ ശ്രീ ചന്ദ്രൻ ചേട്ടനെ പോലുള്ളവരല്ല കേട്ടോ പൗരപ്രമുഖര്. ചന്ദ്രൻ ചേട്ടനെ അറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. 2 തരം കമ്മ്യൂണിസ്റ്റ് ഉണ്ട് ഇന്ന്. ഒന്ന് സമ്പന്ന കമ്മ്യൂണിസ്റ്റ്, ഒന്ന് ദരിദ്ര കമ്മ്യൂണിസ്റ്റ്. സമ്പന്ന കമ്മ്യൂണിസ്റ്റുകളാണ് ഇന്ന് പ്രിയപ്പെട്ടവര് പലർക്കും. ആർക്കാണെന്നുള്ള ഞാൻ പറയുന്നില്ല. അപ്പൊ പൗരപ്രമുഖനുമായിട്ട് കാപ്പി കുടിച്ച് ആ നവകേരള സദസ്സിൽ നടത്തിയ പ്രസംഗം, പിന്നെ പരാതി കൊടുക്കാൻ ചെന്നുള്ള പരാതി കൊടുത്തത് എവിടെയാ? മുഖ്യമന്ത്രിയുടെ കയ്യിലല്ല, കൗണ്ടർ ഉണ്ടായിരുന്നു. പരാതി കൗണ്ടർ. ആ കൗണ്ടറിൽ കൊണ്ട് കൊടുത്തു. അത് നിങ്ങളുടെ പരാതി സ്വീകരിച്ചു, തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചു. കഴിഞ്ഞു. നവകേരള സദസ്സ് നടത്തിയത് രാഷ്ട്രീയ പ്രചരണമാണ്. അതിൽ ഉദ്ഘാടനത്തിന് പങ്കെടുത്തത് MP ഗോവിന്ദ മാഷ്, പാർട്ടി സെക്രട്ടറി പോട്ടെ, അദ്ദേഹം MLA ആയിരുന്നു. ബാക്കിയുള്ള ശ്രീമതി ടീച്ചറൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങിനോട് തുടങ്ങിയിട്ട് വഴുതീരെ ആക്രമണം, അടി, പിടി, രക്ഷാപ്രവർത്തനം, ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കല്, യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലല്, DYFI പോലീസ് ചമയല്, ഇതെല്ലാം കഴിഞ്ഞ് എറണാകുളം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തി സമാപിച്ചു. ഈ പാവങ്ങൾ കുറെ പരാതി കൊടുത്തു. ഒരാളുടെ പരാതിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഒരാളുടെ പരാതി എന്ന് വെച്ചാൽ ഒരു 100-ൽ ഒരാളുടെ പരിഹരിച്ചോ എങ്കിൽ അത് വലിയ കാര്യമായിരിക്കും. കാരണം ഇത് സാധാരണഗതിയിൽ ഓഫീസ് തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന്റെ ഭാഗമായി നടത്തിയെന്നേ ഉള്ളൂ. ഉമ്മൻചാണ്ടി നടത്തിയ പോലത്തെ ജനസമ്പർക്കമല്ല ഇവർ നടത്തിയത്. പിണറായി വിജയൻ നവകേരള സദസ്സ് തുടങ്ങുമ്പോൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ജനങ്ങളെ നേരിട്ട് കണ്ട് എന്നാ പറഞ്ഞേ. ഏത് ജനത്തെയാണ് നേരിട്ട് കണ്ടത്? പൗരപ്രമുഖരെ അല്ലാത്തത്, സമ്പന്ന കമ്മ്യൂണിസ്റ്റുകളെ അല്ലാത്തവരെ ആരെയാ നേരിട്ട് കണ്ടേ? ഉമ്മൻചാണ്ടി രാവിലെ തൊട്ട് രാത്രി വെളുപ്പാങ്കാലം വരെ ഒരേ നിൽപ്പിൽ നിന്ന് പരാതി സ്വീകരിച്ച് അപ്പൊ തന്നെ പരിഹാരം കണ്ടു. ആ നിമിഷം പരിഹാരം കണ്ടു. ആംബുലൻസിൽ രോഗികളെ എത്തിച്ചു. ആംബുലൻസില് അപ്പൊ കളിയാക്കി. ആംബുലൻസിൽ രോഗികളെ കൊണ്ടിരുന്നു. അവിടെ പരിഹരിച്ചു ഉമ്മൻചാണ്ടി. ഈ ജനസമ്പർക്ക പരിപാടി തുടങ്ങി വെച്ചത് AK ആന്റണിയാ. അതുകൊണ്ട് അത് പരിമിതമായിരുന്നു. കളക്ടറേറ്റുകൾക്ക് മുമ്പിൽ പന്തലിട്ട് പരിപാടി പോലെ ഒന്നും അല്ല ഇത് വേറെ ലെവലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു എന്തായാലും കൊട്ടിഘോഷിച്ചുകൊണ്ട് ഈ നവകേരള സദസ്സ് നടന്നത്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വെറും തല്ലിന്റെയും പ്രഹസനത്തിന്റെയും ഒക്കെ പേരിൽ മാത്രമാണ് ഈ നവകേരള സദസ്സ് അടയാളപ്പെടുത്തേണ്ടത്. ഒപ്പം തന്നെ ഈ കാണുന്ന കുറെ കണ്ണീരുകളും മാത്രമാകുന്നു എന്നുള്ളതാണ്. അതിവേഗം നമുക്ക് തിരികെ എത്താം അതിഥികളിലേക്കും. ഒപ്പം തന്നെ ചന്ദ്രൻ ചേട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യയും തുടരുകയും ചെയ്യും. തിരികെ അതിഥികളിലേക്കാണ്. ശ്രീ റജി ലൂക്കോസ്, എന്തുകൊണ്ടാണ് ഈ കാലതാമസം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ആദ്യം 45 ദിവസം പറഞ്ഞു, പിന്നീട് ചില പരാതികൾക്ക് അതിലധികം സമയം വേണ്ടിവരുമെന്ന് പറഞ്ഞു. അങ്ങനെ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ കേട്ടു. ഇതിപ്പം 1 വർഷവും കഴിഞ്ഞു ഈ നവകേരള സദസ്സ് നടന്നു കഴിഞ്ഞിട്ട്. എന്തുണ്ട് നിങ്ങൾക്ക് നേട്ടമായിട്ട് എടുത്തു പറയാൻ? അതിലേക്ക് വരുന്നതിന് ഒരു ഒറ്റ വാചകത്തിൽ ശ്രീവാർ സാഗർ പറഞ്ഞതിന് മറുപടി പറയാം. അതായത് രാജാക്കന്മാർ നടത്തുന്ന ദർബാർ സദസ്സ് പോലെ രോഗികളും മരണാസന്നരായിട്ടുള്ള രോഗികളെ പോലെ പേര് വരുത്തിട്ട് ദർബാർ നടത്തി 6 കോടി രൂപ വിതരണം ചെയ്യുന്നതിന് 26 കോടി രൂപ മുടക്കിയ ഉമ്മൻചാണ്ടി സർക്കാരിനെ പോലെ അല്ല
കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്നെ അതുപോലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു സദസ്സ് ജനങ്ങളെ കണ്ടത്. ഞാൻ ആ ജനസമ്പർക്ക പരിപാടിയുടെ പ്രഭാത പരിപാടി പങ്കെടുത്ത ഒരാളാണ്. സമുദ്ര താഴേക്കടൽ മുതൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ടാണ് മുഖ്യമന്ത്രി സംവാദിച്ചത്. അല്ലാണ്ട് വരേണ്ട സാങ്കേതിക തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അദ്ദേഹം പറഞ്ഞു വന്നത് ശ്രീ എൻ ശ്രീകുമാറിനുള്ള മറുപടിയാണ്. അദ്ദേഹത്തിലേക്ക് എത്താം. ചന്ദ്രനും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഈ പരാതികൾ, നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ മറ്റാരെയെങ്കിലും ബോധിപ്പിച്ചിരുന്നോ? ഇന്നിപ്പോൾ വന്ന ഫോൺ കോളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചന്ദ്രൻ ചേട്ടാ കേൾക്കാമോ? കേൾക്കാം, പറയട്ടോ. പറഞ്ഞോളൂ. ഹലോ, നീ പറഞ്ഞാ മതി. വില്ലേജ് ഓഫീസിൽ നിന്ന് രാവിലെ ഒരു 11 മണിയായപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. എൻ്റെ അനുജത്തിനെയാണ് വിളിച്ചത്. അനുജത്തിയെ വിളിച്ചിട്ട് എൻ്റെ ഫോൺ നമ്പർ ചോദിച്ചു. അപ്പോൾ ചോദിച്ചു ഇവിടെ ക്യാൻസർ രോഗി ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അനുജത്തി പറഞ്ഞു ചേച്ചിയുടെ ഭർത്താവാണ്, 3 വർഷം കൊണ്ട് ക്യാൻസർ രോഗവും ചികിത്സയിലും ആണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എൻ്റെ ഫോൺ നമ്പർ വേണമെന്ന് പറഞ്ഞു. എൻ്റെ ഫോൺ നമ്പർ എൻ്റെ അനുജത്തി കൊടുത്തു. വില്ലേജ് ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ പേപ്പറുകളെല്ലാം ഞാൻ അവിടെ കൊണ്ട് തന്നു. ഡോക്ടർ ഇപ്പോഴും ചികിത്സയിലാണെന്നുള്ള പേപ്പർ വേണമെന്ന് പറഞ്ഞു. അതും പോയി ആശുപത്രിയിൽ നിന്ന് അപ്പോഴും കൊണ്ടുപോകണമായിരുന്നു. വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. അതിനുശേഷം 6-7 മാസമായി. ഇതുവരയ്ക്കും പിന്നെ ആരും ഒന്നും വിളിച്ചിട്ടുമില്ല. അവരെന്നോട് അന്ന് ഞാൻ ചോദിച്ചു, ഇതിന് ഞാൻ എന്ത് മറുപടി എന്നറിയും, അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ആരും വിളിച്ചിട്ടില്ല. ഇന്ന് 11:30 മണിയായപ്പോഴത്തേക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സപ്ലൈ ഓഫീസിൽ നിന്ന് വിളിക്കും, അതിന് മറുപടി പറയണമെന്ന് പറഞ്ഞു. അത് ഈ ചാനലിൽ ഈ സംഭവം വന്നതിന് ശേഷം, അതിന് മുന്നേ ആരും വിളിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. സപ്ലൈ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, എനിക്കൊരു പേപ്പർ അയച്ചു, ഒരു എഴുത്തയച്ചു, ആ എഴുത്തിന് മറുപടി കൊടുത്തിട്ടില്ല എന്ന്. എനിക്ക് അങ്ങനെ ഒരു എഴുത്ത് എൻ്റെ പോസ്റ്റിൽ വന്നിട്ടുമില്ല, എൻ്റെ വീട്ടിലോ ആരും കൊണ്ടുവന്നിട്ടുമില്ല. അങ്ങനെ ഒരു പേപ്പറേ വന്നിട്ടില്ല. എന്നാൽ ഇനി അവിടുത്തെ ഫ്യൂൺ സംസാരിക്കുമെന്നും പറഞ്ഞും കൊണ്ട് സപ്ലൈ ഓഫീസർ ഫോൺ കട്ട് ചെയ്തു. പിന്നെ ആരും എന്നെ ഇതുവരെയ്ക്കും ഒന്നും വിളിച്ചിട്ടില്ല. പിന്നെ ചികിത്സാ സഹായത്തിന് ഡോക്ടർ സർട്ടിഫിക്കറ്റുകൾ വേണം, എത്ര രൂപ ചിലവ് വരും എന്ന് ചോദിച്ചുള്ള പേപ്പറുകൾ തന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ധനസഹായം തരാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മൾ എങ്ങനെ തരും എന്ന് മാത്രം സപ്ലൈ ഓഫീസർ ചോദിച്ചു ഫോൺ കട്ട് ചെയ്തു. പിന്നെ ആരും വിളിച്ചിട്ടില്ല. ഞാൻ അവിടെ സപ്ലൈ ഓഫീസിൽ പോയി എന്താണ് അതിൻ്റെ കാരണങ്ങളെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഇവർ ചാനലുകാർ, മാതൃഭൂമിക്കാർ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോയില്ല. അവർ 2 മണിയാകുമ്പോഴത്തേക്ക് അവരിവിടെ എത്തുമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാൻ പോയില്ല. അല്ലെങ്കിൽ ഞാൻ സപ്ലൈ ഓഫീസിൽ പോകാനാണ് ഇരുന്നത്. എന്താണ് അവർ പറഞ്ഞതിൻ്റെ മറുപടികളെന്ന് അറിയാൻ വേണ്ടി പോകാനിരുന്നതാണ്. ആരും ഇന്ന് വരെ ഞാൻ ഈ മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ഞാൻ അപേക്ഷ കൊടുത്തെന്നല്ലാതെ ആരും വേറെ എങ്ങും ഞാനൊന്നും കൊടുത്തിട്ടുമില്ല, ചികിത്സാ സഹായം തേടിയിട്ടുമില്ല. പിന്നെ നവകേരള സദസ്സിലും ചികിത്സാ സഹായത്തിന് വേണ്ടി തന്നെയാണ് കൊടുത്തത്. വില്ലേജ് ഓഫീസിൽ നിന്ന് എൻ്റെ കേൾക്കുന്ന പെൻഷൻ വേണമെന്ന്. പെൻഷൻ 1600 രൂപ വീതം മാസം പെൻഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം 72 വയസ്സായി. അത് കഴിഞ്ഞിട്ട് RCCന്ന് 1000 രൂപ വീതം അവരും തരുന്നുണ്ട്. അല്ലാതെ വേറെ ഒരു ഇതുകളും ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ പെൻഷന് വേണ്ടിയല്ല ആവശ്യപ്പെട്ടത്, എനിക്കെന്തെങ്കിലും ചികിത്സ ധനസഹായം കിട്ടാൻ വേണ്ടിയാണ് അപേക്ഷിച്ചതെന്ന് ഞാൻ സപ്ലൈ ഓഫീസറുടെ അടുത്ത് മറുപടിയും പറഞ്ഞു. ഇത്രയും കാര്യമാണ് അമ്മയിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ശ്രീ എൻ ശ്രീകുമാർ, അതായത് വീണ്ടും അടുത്തടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിലേക്ക് നേരിട്ടെത്തിയത്? അവരുടെ പരാതി അവിടെ കൈമാറുക, അതിന് പരിഹാരം ഉണ്ടാക്കുക, നമ്മൾ ഈ കയറി ഇറങ്ങുന്നൊക്കെ ഇല്ലാതാവുക, അതാണല്ലോ ഇതുകൊണ്ടുണ്ടാകുന്നൊരു മറ്റൊരു നേട്ടം എന്ന് പറയുന്നതും. അതിനിടയിലാണ് അവരിപ്പോൾ ആ അമ്മയ്ക്ക് അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആ അമ്മ പറയുന്നു സപ്ലൈ ഓഫീസിൽ പോകേണ്ടതുണ്ട്, അടുത്ത ഓഫീസിൽ പോകേണ്ടതുണ്ട്, വീണ്ടും ഈ നൂലാമാലകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുന്നൊരു അവസ്ഥ കൂടി ഉണ്ടാവുകയാണ്. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടെ നേരിട്ട് പോയിട്ട് ജനങ്ങളുടെ പരാതി അപ്പോൾ സ്വീകരിച്ച് അപ്പോൾ തന്നെ പരിഹാരം കാണുക എന്നുള്ളതാണ് ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്നത്. ഇതിപ്പോ ചട്ടപ്രകാരം നടക്കുന്നത്. ഇപ്പൊ നോക്കൂ, മാതൃഭൂമി, ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ 1-ാം പേജിൽ വാർത്തയുണ്ട്. അതായത് ഒരു അന്ധയായ അമ്മയുടെയും മകളുടെയും കഥയാണ്. ഇന്നലെ ഞായറാഴ്ചപ്പുറത്ത് വന്നതാ. MP ബാബു എന്ന ലേഖകൻ എഴുതിയതാണ്. അതില് അവർക്ക് ഇന്ന് അവരെ വിളിച്ച് സംസാരിക്കുന്ന രീതിയിലേക്കാണ് എത്തിയത്.
അപ്പൊ നോക്കൂ, ഏതെങ്കിലും ഒരാളുടെ കാര്യം പത്രത്തിലോ ചാനലിലോ വന്നെങ്കിൽ മാത്രമേ ഗവൺമെന്റിന്റെ കണ്ണു തുറക്കൂ. ഇത് ജനസമ്പർക്ക പരിപാടി എന്നലെ കവച്ചു വെക്കാൻ നടത്തിയത് അവർക്ക് പുലിവാലായി ഗവൺമെന്റിന്. അതുകൊണ്ടല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയൊരു പരിപാടിയാണിത്. അപ്പൊ ഈ പരിപാടി കൊണ്ട് ഗുണമില്ലെന്ന് പറഞ്ഞ ജനങ്ങളെ അവരെ തോൽപ്പിച്ചു. ശ്രീ ചന്ദ്രൻ തന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ, ജോയിയെ തോൽപ്പിച്ച കമ്മ്യൂണിസ്റ്റുകളാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടാ? അത് കമ്മ്യൂണിസ്റ്റുകൾ തോൽപ്പിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ജനങ്ങളെ സഹായിക്കുന്നവർ വേണം. അവിടുത്തെ MLA, ആ MLAയോട് പറയണം, എന്താ ഇങ്ങനെ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ട്, അദ്ദേഹം ഒരു പരാതി കൊടുത്തിട്ട് ഒന്നും ആയിട്ടില്ലെന്ന് പാർട്ടിക്കാർ പറയണം. അതാ പറഞ്ഞു, ഇത് പ്രഹസനമായിരുന്നു. നമ്മളിത് മനസ്സിലാവില്ലേ? ഒരു വലിയ ബസ് എടുത്തിട്ട് മന്ത്രിമാർ പോവുക, എന്നിട്ട് പ്രസംഗിക്കുക, എന്നിട്ട് തിരിച്ചു പോവുക. ഇതായിരുന്നു പ്രശ്നം. ഇത് കൊള്ളില്ല, ഇത് പ്രഹസനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ അതിനെ എതിർത്തത്. അപ്പൊ അങ്ങനെ എതിർത്തപ്പോ അവരെ തല്ലാന്ന് വന്നത് പാർട്ടി പ്രവർത്തകരല്ലേ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ചട്ടപ്രകാരമാണ് പെൻഷൻ പരാതി സ്വീകരിക്കുന്നെങ്കിൽ എന്തിനാണ് സംസ്ഥാനത്തില് ഇപ്പൊ തന്നെ ഈ ദമ്പതികൾ, ആ അമ്മ വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, വളരെ കൃത്യമായിട്ട് അമ്മ ഇവിടെ വിവരിച്ചില്ലേ? അതായത് ഇത് ചട്ടപ്രകാരമാണ് ഇപ്പൊ നടക്കുന്നത്. അവിടെ കൊടുക്ക്, ഇവിടെ കൊടുക്ക്, എന്നിട്ട് അത് ചെയ്യുക. അതിനായിരുന്നില്ല ജനസമ്പർക്ക പരിപാടി എന്ന് വെച്ചാൽ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയിൽ അപ്പോൾ തന്നെ തീരുമാനം. അതാണ് ഉമ്മൻചാണ്ടി സാറ് ചെയ്യുന്നത്. ഇവിടെ കാരുണ്യ പദ്ധതി ഉണ്ടായിരുന്നു ഈ പാവങ്ങളെ സഹായിക്കാൻ, കാരുണ്യ ചികിത്സാ പദ്ധതി. അതിന് എവിടെ എത്തി അക്ഷയ? എന്താണ് അതിന്റെ പ്രശ്നം? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പാവങ്ങളുടെ ഒപ്പമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകണം. ഇത് ചുമ്മാ വെറുതെ രാഷ്ട്രീയ പ്രചരണ യോഗം നടത്തി പ്രസംഗിച്ചു പോയിട്ട് എന്താ കാര്യം? ഇതിപ്പോ നിങ്ങൾക്ക് മാതൃഭൂമി ഇപ്പൊ കുറച്ചു വേണ്ട കാര്യം പുറത്തു കൊണ്ടുവരുന്നുള്ളൂ. ഈ ആയിരക്കണക്കിന് 10,000-കണക്കിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ കഥകൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഈ നാട്ടിലെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അത് നോക്കാനാണ് വില്ലേജ് ഓഫീസറും പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ ഈ കാണിക്കുന്നത് എന്ന് പറയുന്നത് ഒരാളുടെയോ അല്ലെങ്കിൽ നമുക്ക് കൂടിപ്പോയാൽ കാണിക്കാനാവുന്ന ജീവിതങ്ങളുടെ എണ്ണത്തിൽ പരിമിതിയുണ്ട്. അത് നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്യുന്നുമുണ്ട്. പക്ഷേ അതല്ല വേണ്ടുന്നത്. ഇപ്പോഴും ഈ പറയുന്ന പോലെ വാർത്തയായതിനു ശേഷവും നടപടി ഉണ്ടാകുമ്പോൾ ഈ നൂലാമാലകളൊക്കെ കയറി ഇറങ്ങുകയാണെങ്കിൽ പിന്നെ എന്താണ് ഈ നവകേരള സദസ്സ്? എന്തുമാത്രം പ്രഹസനമാണെന്നല്ലാതെ മറ്റൊന്നും ചോദിക്കാനില്ല. ചന്ദ്രൻ ചേട്ടനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയോടും പറയാനാവുന്ന ഒരു വാർത്താ ചാനൽ എന്ന രീതിയിൽ, ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങളുടെ ഒപ്പം നിൽക്കാനാകുമോ അങ്ങനെയൊക്കെ ഞങ്ങളൊപ്പം ഉണ്ടാകും. എന്തായാലും നമുക്ക് ഇന്നൊരു ഫോൺ കോൾ വന്നു. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സഹായം ലഭ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം ഇരുന്ന് സംസാരിച്ചതിന് നന്ദി. ഒപ്പം തന്നെ N. ശ്രീകുമാർ, റജി ലൂക്കോസ്.